colloids. In this particular topic, we will study about the colloidal state, different types of colloidal states, phases of colloids, and preparation of colloidal solutions. So, what are colloids? എന്താണ് colloids എന്ന് പറയുന്നത്? Okay. തോമസ് ഗ്രഹാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കെമിസ്റ്റാണ്. കെമിസ്റ്റ് എന്ത് ചെയ്യുകയാണ്? എന്താണ് സൊല്യൂട്ടുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ചില സൊല്യൂട്ട്സ് വളരെ വേഗത്തിൽ ഡിഫ്യൂസ് റാപ്പിഡ്ലി ആൻഡ് ചിലത് ഡിഫ്യൂസ് വെരി സ്ലോലി. ഓക്കെ, സോ എന്താണ് ഹി ഫൗണ്ട് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സൊല്യൂട്ട്സ്. ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, വളരെ വേഗത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്ന സൊല്യൂട്ട്സുകളെ നമ്മൾ അയാൾ ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറഞ്ഞു പുള്ളി, because they crystallize easily. Okay, and the other type of solids എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പയ്യെ ഡിഫ്യൂസ് ചെയ്യുന്ന സോളിഡ്സിനെയാണ് പുള്ളി കൊളോയിഡ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, it come from a Greek word kola and which means glue. Okay, ആ ഡിസ്റ്റിങ്ഷൻ ഹവർ എന്താണ് അൺസാറ്റിസ്ഫാക്ടറി ആയിരുന്നു. കാരണം ക്രിസ്റ്റലോയിഡ്സ് കൊളോയിഡൽ ഡിസ്പേർഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, വൈസ് വേഴ്സ കൊളോയിഡ് ഡിസ്പേർഷൻ കിട്ടുന്നത് ക്രിസ്റ്റലോയിഡ്സിൽ നിന്നായിരുന്നു. പക്ഷെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് കൊളോയിഡ് എന്ന് പറയുന്ന ടേം ഉണ്ടാവുന്നത്. ഓക്കെ, സോ കൊളോയിഡൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ടേം എന്ത് ചെയ്തു, കൊളോയിഡൽ സ്റ്റേറ്റ് ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്തത്. കാരണം ലേറ്റർ റിസർച്ചേഴ്സ് റിവീൽഡ് ദാറ്റ് nature of substance, whether colloid ആണെങ്കിലും crystalloid ആണെങ്കിലും, it will depend on particle size. Okay, so they realized any substance could be converted into colloid by subdividing it into particles of colloidal size. Okay, later researchers realized that it depends on particle size. Whether it's a colloid or crystalloid, it can be converted into one another. Okay, കാരണം എന്താണ്, particle size variation വരുത്തിയാൽ മതി. So colloid is not a substance, it's a state of substance. Colloid എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അല്ല, it is a state of substance which depends on size of particle. അതുകൊണ്ട് തന്നെ കൊളോയിഡൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ടേം റീപ്ലേസ് ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു, കൊളോയിഡൽ സ്റ്റേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ കൊളോയിഡൽ സ്റ്റേറ്റ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് okay, so okay, colloidal state as an colloidal state as an intermediate state. Based on the size of particles, solutions can be differentiated. Solutions in a differentiate ചെയ്യുന്നു, നമ്മൾ classify ചെയ്യുന്നു 3 types. It will be true solution, suspension and colloidal solution based on particle size. So true solution means it's a homogeneous solution which contains solute particles having size less than 1000 ppm. Okay, less than 1000 ppm വരുന്ന solute particles ആയിരിക്കും ഈ സൊല്യൂഷനിൽ ഉണ്ടാവുന്നത്, ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് എ സോൾവെന്റ്, ഒരു സോൾവെന്റിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻ KCl, solution of KCl in water is a true solution. Okay, particles present in a true solution are invisible even under a microscope and do not settle down on standing. സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല, ഇൻവിസിബിൾ ആയിരിക്കും ഈവൻ അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ആയാലും ആനിമൽ മെമ്പറൈൻ ആയാലും അവരെന്ത് ചെയ്തു, ഒരു പാസ് ത്രൂ ചെയ്യും. ഓക്കെ, സസ്പെൻഷൻ ഇറ്റ്സ് എ ഹെട്രോജിനസ് മിക്സ്ചർ ഓക്കെ, വിച്ച് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് ഹാവിംഗ് സൈസ് ഗ്രേറ്റർ ദാൻ 10 lakh ppm. Sorry, 1 lakh ppm means 100 nanometer. Okay,
And example ആണ് AgCl in water, dust particles in water. Okay, and the particles of a suspension are visible even for naked eye. നേക്കഡ് ഐക്ക് പോലും വിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും സസ്പെൻഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല, സെറ്റിൽ ഡൗൺ ചെയ്യും. ആൻഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല, ഓർഡിനറി ഫിൽട്ടർ പേപ്പർ അല്ലെങ്കിൽ ആനിമൽ മെംബ്രെയിൻ്റെ പോർസിൽ നിന്ന് പാസ് ചെയ്യില്ല. ഓക്കെ, and what is colloidal solution? We are studying this colloidal solution here in this. Okay, so colloidal solution ഒരു heterogeneous solution ആണ്. particle size എന്ന് പറയുന്നത് 1000 to 1 lakh ppm ആണ്. that is എന്താണ് 1 to 100 nanometer means it is present between true solution and suspension. Okay, particles of colloidal solution are intermediate in size between particles of true solution and suspension. Colloidal state is in other words, we can say that colloidal state is an intermediate state between solutions and suspension. Solutionലും suspension സ്റ്റേറ്റിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് ഇൻ വാട്ടർ, അതാണ് കഞ്ഞിവെള്ളം, പിന്നെ മിൽക്ക് എക്സെട്ര അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കൊളോയിഡൽ സൊല്യൂഷൻസ് വളരെ അധികം എന്താണ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കും, നമ്മൾ മുന്നോട്ട് പഠിക്കും. ഓക്കെ, അവർ സെറ്റിൽ ഡൗൺ എന്താണ് ഓൺ സസ്പെൻഡിങ് ഇൻ എ ലിക്വിഡ് ദേ ഹാവ് ടെൻഡൻസി ടു സെറ്റിൽ ഡൗൺ ദോ എക്സ്ട്രീംലി സ്ലോ, വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ കൂടെ പാസ് ചെയ്യും, പക്ഷേ എന്താണ് ആനിമൽ മെംബ്രെയിനിൽ കൂടെ റീറ്റെയിൻ ചെയ്യാനായിട്ട് അവരെ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് എന്താണ് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ, സസ്പെൻഷൻ തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുവാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ എക്സാമിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ. First they have written the properties, and based on that properties they distinguish the three solutions. So first true solution, then colloidal, then suspension. Okay, first particle size, true solution less than 10 ppm means 1 nanometer, colloidal 1 nanometer to 100 nanometer, and suspension it's greater than 100 nanometer. Appearance, true solution transparent, which is colloidal is generally transparent, suspension is completely opaque. Okay, opaque means nothing, light cannot pass through that object. Okay, next separation, ordinary filtration, ultrafiltration, that two cases are not possible in true solution. But in colloidal solution ultrafiltration is possible, suspension രണ്ടും possible ആണ്. settling of particle, true solution settle ചെയ്യില്ല, കൊളോയിഡൽ സൊല്യൂഷൻ സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ മാത്രമേ സെറ്റിൽ ചെയ്യത്തുള്ളൂ, സസ്പെൻഷൻ വെറുതെ വെച്ച് കഴിഞ്ഞാലും സെറ്റിൽ ഡൗൺ ചെയ്യും. നേച്ചർ ഹോമോജിനസ് ആണ്, കൊളോയിഡലും സസ്പെൻഷനും ഹെട്രോജിനസ് ആണ്. ടിൻഡൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെൻറ്റ്, വിച്ച് ഈസ് two properties are shown by colloidal solution, exclusively shown by colloidal solutions. Suspension may show that property. Diffusion, true solution diffuse rapidly, colloidal diffuse slowly, and suspension do not diffuse. Okay, so next phases of colloids. Dispersed phase and dispersion medium. Colloidal system made up ചെയ്തിരിക്കുന്നത്, അതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഫേസസ് വെച്ചാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ജസ്റ്റ് നമ്മൾ എന്താണ് സൊല്യൂഷൻസിൽ സൊല്യൂട്ട് സോൾവെൻറ്റ് പറയില്ലേ, അതുകൂട്ട് തന്നെ. ഇറ്റ്സ് എ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൊല്യൂഷനിൽ സൊല്യൂട്ട് എങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് എ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. കുറഞ്ഞ അളവിലിരിക്കുന്ന കമ്പോണൻറ്റിന് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും. സൊല്യൂഷനിലേക്ക് നമ്മൾ പറയുമ്പോൾ അത് എന്ത് പറയും, നമ്മൾ അത് നമ്മുടെ സൊല്യൂട്ടാണ് എന്ന് പറയും. ഓക്കെ, ഡിസ്പേർഷൻ മീഡിയം, ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എക്സസ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ സോൾവെൻറ്റ് ഇൻ സൊല്യൂഷൻ. ഇറ്റ്സ് ഓൾസോ കണ്ടിന്യൂസ് ഫേസ് ഓർ ഔട്ടർ ഫേസ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇന്നർ ഫേസ് ആണ്. ഓക്കെ, and thus it's the medium in which colloidal particles are present. ആ മീഡിയത്തിലായിരിക്കും കൊളോയിഡൽ, so that's like the name, just like the name, ആ മീഡിയത്തിലായിരിക്കും കൊളോയിഡൽ പാർട്ടിക്കിൾസ് പ്രസൻറ്റ്.
ഡിസ്പേർഷൻ മീഡിയത്തിലായിരിക്കും ഡിസ്പേഴ്സ്ഡ് ഫേസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് സൾഫർ ഇൻ വാട്ടർ വി മേ കോൾ സൾഫർ പാർട്ടിക്കിൾസ് ആർ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, നെക്സ്റ്റ് ഈസ് classification of colloidal particles. Okay, so that we will take in next class.